الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ ഏറ്റവും വലിയ സൂറത്തിലെ ഏറ്റവും വലിയ ആയത്ത് 282-ാമത്തെ ആയത്തുദ്ദൈൻ. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനിക കാലത്ത് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ തരം ഇടപാടുകൾ, ആ ഇടപാടുകൾക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യവഹാര രീതി, ചെക്ക്, ക്യാഷ് മെമ്മോ, എഗ്രിമെന്റ്, ആധാരം, DD, ഇങ്ങനെ കുറെ സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാന നിയമം ആയത്തുദ്ദൈനാണ്. അപ്പോ ഇതിൽ നിന്ന് വികസിപ്പിച്ച് വന്നിട്ടുള്ള രീതികളാണ് ഇന്ന് നാട്ടിൽ നിലവിലുള്ളത്. അപ്പൊ അതിലുള്ള ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ, അവധി വെച്ച് നിങ്ങൾ കടമിടപാട് നടത്തുകയാണെങ്കിൽ ഫക്തുബൂ, അത് എഴുതി വെക്കണം. വൽ യക്തുബ് ബൈനക്കും കാതിബും ബിൽ അദ്ൽ, നിങ്ങൾക്കിടയിൽ ഉള്ള എഴുത്തുകാരൻ നീതിയോടുകൂടി അത് നിർവഹിക്കണം. വലാ യഖ്ബ കാതിബുൻ അൻ യക്തുബ കമാ അല്ലമഹുല്ലാഹ്, അള്ളാഹു പഠിപ്പിച്ച പോലെ എഴുതാൻ എഴുത്തുകാരൻ വിസമ്മതിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചു. വൽ യുംലിലില്ലദീന അലൈഹിൽ ഹഖ്, വൽ യുംലിലില്ലദീ അലൈഹിൽ ഹഖ്, ബാധ്യതപ്പെട്ട ആൾക്കാർ അഥവാ അധമർണൻ പറഞ്ഞു കൊടുക്കണം. അപ്പൊ എഴുതുന്ന കാര്യങ്ങൾ, അതിന്റെ വ്യവസ്ഥകൾ, കാര്യങ്ങളൊക്കെ കടം വാങ്ങുന്നവനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതെന്തിനാണെന്നും നമ്മൾ പറഞ്ഞു. ഇല്ലെങ്കിൽ നിർബന്ധിതാവസ്ഥയിൽ അദ്ദേഹം ചൂഷണം ചെയ്യപ്പെടാൻ കാരണമുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വൽയത്തഖില്ലാഹ റബ്ബഹു വലാ യബ്ഖസ് മിൻഹു, തന്റെ നാഥനായിട്ടുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ. വലാ യബ്ഖസ് മിൻഹു ഷൈആ, അതിൽ നിന്ന് ഒന്നും തന്നെ കുറവ് വരുത്തരുത്. ഫഇൻ കാന അല്ലദീ അലൈഹിൽ ഹഖ്, ഇനി ബാധ്യതയുള്ളവനാണെങ്കിൽ, അഥവാ ഈ അധമർണനായ ആൾ സഫീഹൻ ഔ ദഈഫൻ ഔ ലാ യസ്തതിഉ അൻ യുമില്ലഹു, മൂഢനോ ദുർബലനോ പറഞ്ഞു കൊടുക്കാൻ, സ്വയം പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്തവനോ ആണെങ്കിൽ ഫൽ യുംലിൽ, പറഞ്ഞു കൊടുക്കണം. വലിയുഹു ബിൽ അദ്ൽ, അവന്റെ രക്ഷാധികാരി നീതിപൂർവം അത് നിർവഹിക്കണം. അത് നമ്മൾ പറഞ്ഞു. എന്നാ പിന്നെ പറയാത്തതാണ് ഇനി പറയുന്നത്. വസ്തശ്ഹിദൂ ഷഹീദൈൻ, വസ്തശ്ഹിദൂ, നിങ്ങൾ സാക്ഷി നിർത്തുക. ഷഹീദൈൻ, രണ്ട് സാക്ഷികളെ. മിൻ റിജാലിക്കും, നിങ്ങളിലെ പുരുഷന്മാരിൽ നിന്ന്. ഫഇൻ ലം യകൂന, അവർ രണ്ടുപേരില്ല എങ്കിൽ, റജുലൈൻ, പുരുഷന്മാരായിട്ട് രണ്ടാളെ കിട്ടിയില്ല എന്നാലോ, ഫറജുലുൻ, ഒരു പുരുഷനും, വംറഅതാൻ, രണ്ട് സ്ത്രീകളും. മിമ്മൻ തർലൗന മിനശ്ശുഹദാ,
സാക്ഷികളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയാണ് നിങ്ങൾ സാക്ഷി നിർത്തേണ്ടത്. അൻതദില്ല ഇഹ്ദാഹുമാ, അവരിൽ ഒരാൾക്ക് പിഴച്ചാൽ ഫതുദക്കിർ ഇഹ്ദാഹുമാ ഫതുദക്കിറ ഇഹ്ദാഹുമാ അൽ ഉഖ്റ, ആ ഒരുവൾ മറ്റൊരുവളെ, അവരിൽ ഒരുവൾ മറ്റൊരുവളെ, നമ്മളെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ ഓള് മറ്റോളെ ഓർമ്മിപ്പിക്കാനാണ് അത്. വലാ യഖ്ബ ശുഹദാഉ, സാക്ഷികൾ നിരസിക്കരുത്. ഇദാ മാ ദുഉ, തെളിവ് നൽകാൻ വിളിക്കപ്പെട്ടാൽ. വലാ തസ്അമു, നിങ്ങൾ മടിക്കരുത്. അൻ തക്തുബു, അത് എഴുതി വെക്കാൻ. സഗീറൻ ഔ കബീറാ, ചെറുതായാലും വലുതായാലും. ഇലാ അജലിഹി, അതിന്റെ അവധി വരേക്ക്. ദാലികും, അത് അഖ്സതു ഇൻദല്ലാഹ്, അല്ലാഹുവിങ്കൽ നീതിപൂർവമായത് അതാണ്. വഅഖ്വമു ലിശ്ശഹാദ, സാക്ഷ്യത്തിന് കൂടുതൽ ബലം നൽകുന്നതും. വഅദ്നാ, ഏറ്റവും അടുത്തതും. അല്ലാ തർതാബു, നിങ്ങൾ സംശയിക്കാതിരിക്കാൻ. ഇല്ലാ അൻ തകൂന തിജാറതൻ ഹാദിറ, റൊക്കം കച്ചവടം ആയാലൊഴികെ. തുദീറൂനഹ, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബൈനക്കും, നിങ്ങൾക്കിടയിൽ. ഫലൈസ അലൈക്കും ജുനാഹുൻ അല്ലാ തക്തുബൂഹ, അത് എഴുതി വെക്കാതിരിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. വഅശ്ഹിദൂ, നിങ്ങൾ സാക്ഷി നിർത്തണം. ഇദാ തബായഅതും, നിങ്ങൾ ഇടപാട് നടത്തുകയാണെങ്കിൽ. വലാ യുളാറ കാതിബുൻ വലാ ഷഹീദ്, ഒരു എഴുത്തുകാരനും ഒരു സാക്ഷിയും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. വഇൻ തഫ്അലു, അങ്ങനെ ചെയ്താൽ ഫഇന്നഹു ഫുസൂഖുൻ, അത് തമ്മാടിത്തമാണ്. ബിക്കും, നിങ്ങളിലുള്ള. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വയുഅല്ലിമുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ പഠിപ്പിക്കുന്നു. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും അറിവുള്ളവനാണ്. അപ്പോൾ എഴുതി വെക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആരെഴുതണം, എങ്ങനെ എഴുതണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയുന്നത് എഴുത്തു മാത്രം പോരാ, സാക്ഷികൾ വേണം. ഗൗരവപ്പെട്ട ഇടപാടുകൾക്കൊക്കെ ഇത് ബാധകമാണ്. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈവായ്പ നമ്മൾ വാങ്ങുന്ന, അങ്ങാടിയിൽ പോയപ്പോ ഒരു മീൻ കണ്ടു, അപ്പൊ പൈസ എടുത്തില്ലേനു, അവിടെ തൽക്കാലം ഒരു 200 ഉറുപ്പ്യ ഉണ്ട, ഞാൻ ലോഹറിന് പള്ളിക്ക് നിന്ന് കാണുമ്പോൾ തരാന്ന് പറഞ്ഞൊരു 200 ഉറുപ്പ്യ വാങ്ങുന്നതിനൊന്നും ഇങ്ങനെ ഒരു സംഭവമല്ല ഈ പറയുന്നു. അല്ലെങ്കിൽ നമ്മള് സാധാരണ വായ്പ, നമ്മളെ വീട്ടിൽ നിന്നും പല സാധനങ്ങളും വായ്പ വാങ്ങും. എന്തെങ്കിലും തേങ്ങയില്ലെങ്കിൽ കുറച്ച് മുളകും പൊടിയോ മല്ലിപ്പൊടിയോ. പുതിയ കാലത്ത് അതൊക്കെ കുറഞ്ഞു വരുന്നു എന്നത് പരസ്പര അടുപ്പത്തിന്റെയും സ്നേഹത്തിന്റെയും കുറവായിട്ടാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. അപ്പോ തീ വരെ കടമ്പാങ്കിലുണ്ടായിരുന്നു. ചേരിൻ്റെ അകത്ത് ലേശം തീ, കനൽ ഊതി ഊതി കത്തിക്കലൊക്കെ. തീ വേണ്ടിയില്ല. അപ്പൊ ഏതായാലും അത്തരം കാര്യങ്ങളെ കുറിച്ചല്ല, ഗൗരവ സ്വഭാവമുള്ള പ്രധാനപ്പെട്ട ഇടപാടുകൾക്കൊക്കെ ഇത് ബാധകമാണ്. അങ്ങനെയുള്ള നിലക്കല്ല ഇടപാട് ചെയ്തതെങ്കിൽ പിന്നെ കേസുമായിട്ട് പോകരുത്. ഒരാൾ പറയാണ് അത് നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും വേണ്ടാന്നാണെങ്കിൽ പിന്നെ കേസ് പറയരുത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഓരോരുത്തരും സ്വയം നിർമ്മിത ദീനുമായിട്ട് പോകരുത്. അപ്പൊ പടച്ച റബ്ബ് നമുക്കൊരു നിയമം തന്നിരിക്കുന്നു. നമ്മൾ നന്നാവാനും നമ്മളുടെ ജീവിതം സുരക്ഷിതാവാനും തന്നതാണ് നിയമം. പക്ഷെ നമ്മൾ പറയാം നമ്മൾക്ക് തമ്മിൽ വിശ്വാസമാണ്, നമുക്ക് അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് അറിയിച്ചെന്ന ദീൻ എന്തായി? അല്ലേ? ഇപ്പോ ആങ്ങളിനെ പോലെയാണ് എന്ന് പറയുന്നത് പാടില്ല എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഓല് ആങ്ങളെയും പെങ്ങളെയും പോലെയാണെന്ന് പറയരുത്.
അപ്പോ അള്ളാഹു പറയാണ് നിങ്ങൾ ഇന്ന ആൾക്കാരുടെ ഇടയിൽ ഒറ്റപ്പെടാൻ പാടില്ല, നിങ്ങൾ ഇന്ന ആൾക്കാരുടെ ഇടയിൽ ഹിജാബ് പാലിക്കണം എന്ന് അള്ള പറയുമ്പോ നമ്മൾ പറയണത് ഇതാണുള്ളത് നമ്മൾ ആംഗ്ലം മംഗളം പോലെ. അപ്പോ അള്ളാഹു നമുക്ക് നമ്മുടെ സുരക്ഷിതത്വത്തിന് തരുന്ന നിയമത്തെ നമ്മൾ അതിനോട് ഒരു അവമതിപ്പ് കാണിക്കുന്നു എന്ന അർത്ഥത്തിൽ അത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. നമ്മളുടെ തന്നെ നിത്യജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും ധാരാളക്കണക്കായിട്ടുള്ള ആളുകൾ ഈ നിയമം പാലിക്കാത്തത് കൊണ്ട് പരസ്പര ബന്ധങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവത്തിൽ ഇത് കാണണം. വസ്തശ്ഹിദൂ ഷഹീദൈനി മിൻ റിജാലിക്കും എന്ന് പറഞ്ഞതിൽ നിന്ന് നിങ്ങളിലെ പുരുഷന്മാർ എന്ന് പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ വിളിച്ച വിളിയാണ് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ടാണല്ലോ ഇത് മൊത്തം പറഞ്ഞത്. അപ്പൊ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സാക്ഷികൾ ആരായിരിക്കണം? മുഅ്മിനീങ്ങളായിരിക്കണം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത്. പൊതുവിൽ അങ്ങനെയാണ് മനസ്സിലാക്കപ്പെടുന്നത്. അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ലെന്ന് പറഞ്ഞ പണ്ഡിതരും ഉണ്ട്. അതിനവർക്ക് ചില ന്യായങ്ങളും തെളിവുകളും ഉണ്ട്. പക്ഷെ പ്രബലമായ വീക്ഷണപ്രകാരം അങ്ങനല്ല. അതിനവര് പറയുന്ന ന്യായം എന്താന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ കാര്യത്തിൽ കള്ളം പറഞ്ഞവരാണല്ലോ അവിശ്വാസികൾ. അവർക്ക് പിന്നെ ആരെ കാര്യത്തിലാ കള്ളം പറഞ്ഞുകൂടാത്തത് എന്നതാണ്. പരലോകം എന്ന ഒരു സത്യം ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ടര് ഒരു വലിയ സത്യത്തെയാണല്ലോ നിഷേധിക്കുന്നത്. അപ്പൊ പരലോകം തന്നെ ഇല്ല എന്ന് പറഞ്ഞവർക്ക് പിന്നെ എന്താ പിന്നെ നിഷേധിച്ചുകൂടാത്തത് എന്ന ന്യായത്തിൽ റിജാലിക്കും നിങ്ങളിലെ പുരുഷന്മാർ എന്ന് പറഞ്ഞതിനെ അവർ പറയുന്നു അതെന്താണ്, വിശ്വാസികളായ ആൾക്കാരെയാണ് സാക്ഷി നിർത്തേണ്ടത് എന്ന്. അപ്പോൾ പ്രായപൂർത്തിയായ ആൾക്കാരായിരിക്കണം, ബുദ്ധി സ്ഥിരതയുള്ളവരായിരിക്കണം. അപ്പൊ സാക്ഷികൾക്ക് വേണ്ട യോഗ്യതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിസ്ഥിരത ഉള്ളവരായിരിക്കണം, പ്രായപൂർത്തി എത്തിയവരായിരിക്കണം, സ്വതന്ത്രരായിരിക്കണം, മുസ്ലിങ്ങളായിരിക്കണം എന്നതൊക്കെ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ്. നിയമമെല്ലാം മുസ്ലിങ്ങളോടാണല്ലോ ഈ നിയമമൊക്കെ പറയുന്നത്. അപ്പൊ അവര് മുസ്ലിങ്ങളാണല്ലോ സാക്ഷി നിർത്തുക നിങ്ങളിലെ എന്ന് പറയുമ്പോൾ. മറ്റേ ആൾക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ, ആരായാലും എന്തായാലും അയാൾക്ക് ആരായാലും കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്കാണല്ലോ പ്രശ്നം. നിങ്ങളല്ലാത്ത നിങ്ങളുടെ മറുകക്ഷിയെ സംബന്ധിച്ച് ആരായാലും കുഴപ്പമില്ല, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ സാക്ഷി നിർത്തേണ്ടതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. രണ്ടാൾക്കും സമ്മതമായവരെയാണല്ലോ സാക്ഷിയാക്കേണ്ടത്. ഇനിയിപ്പോ മുസ്ലിം തന്നെയാണെന്ന് വിചാരിക്കാം, എല്ലാ മുസ്ലിങ്ങളെയും സാക്ഷിയാക്കൂല. അതിനോണ്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മിമ്മൻ തർലൗന, നിങ്ങൾക്ക് തൃപ്തി വേണം. അങ്ങനെ തൃപ്തി ഇല്ലാത്ത ഒരുത്തനാ സാക്ഷി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അവനെ സംശയിക്കും, ഇവൻ എനിക്കെതിരാവോ, എന്നെ പറ്റിക്കോ, നമ്മൾ ഈ അഗ്രിമെന്റ് ഒപ്പിട്ട് അങ്ങ് പോയാൽ പിന്നെ ഇവൻ വേറെന്തെങ്കിലും ചെയ്യോ എന്ന് വിചാരിക്കും. പിന്നെ ഈ സാക്ഷ്യം എന്നൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ വണ്ടിന്റെ ഒക്കെ ലൈസൻസ് മാതിരിയാണ്. വണ്ടി ഇങ്ങനെ ഓടിച്ചു പോയി തിരിച്ചു വീട്ടിൽ തന്നെ എത്തുകയാണെങ്കിൽ ലൈസൻസ് ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, അത് ഇടിച്ച ഒരാൾ മരിച്ചുപോയി, അന്നേരമാണ് ഇയാൾക്ക് ലൈസൻസ് ഉണ്ടോ അല്ലേ. അപ്പൊ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ഞാൻ എത്ര കൊല്ലായി ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കണം എന്ന് ഒരാൾ ചോദിച്ചാൽ അത് വണ്ടി ലൈസൻസ് ഇല്ലാതെ ഓടിക്കാനുള്ള ന്യായമല്ല. ഇതുപോലെ സാക്ഷിയൊന്നും ആരായാലും പ്രശ്നമൊന്നുമില്ല. ഇടപാട് ക്ലിയർ ആയിട്ട് അങ്ങോട്ടും ഒന്ന് തീർന്നു പോകുന്നുണ്ടെങ്കിൽ, ഇടപാടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലാണ് സാക്ഷികൾ ഹാജരാകേണ്ടി വരും. അപ്പൊ ഈ നിക്കാഹിന്റെ സദസ്സിലൊക്കെ സാക്ഷി ഒപ്പിടാന് ചില ആൾക്കാര് അത് അവരുടെ ഒരു സംഗതിയായിട്ട് കാണും.
ചില പിയാപ്പിളാരൊക്കെ ഓല് സാക്ഷ്യപ്പെടാൻ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ഓല് കണങ്ങിപ്പോകും. ഇവിടെ പുതിയൊരു കല്യാണം നടന്ന് പുതിയൊരു പിയാപ്പിള കൊണ്ടുവന്നാ, പക്ഷെ ആദ്യത്തെ പിയാപ്പിള എന്താവും, സാക്ഷ്യപ്പെടാൻ അയാളോട് ശ്രമിക്കാത്തത് കൊണ്ട് ഞാനല്ലേ മൂത്ത പിയാപ്പിള, എന്നോട് പറയണതിന് പകരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകളുണ്ട്. പക്ഷെ ഇത് അതിലൊപ്പിടുന്നതല്ല പ്രശ്നം. അതിലൊപ്പിട്ട് അതങ്ങ് കഴിഞ്ഞു പോകും. പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, പ്രശ്നം ഉണ്ടാവുമ്പോഴാണ് ഇയാളെ ഹാജരാക്കേണ്ടത്. അപ്പൊ ഇയാൾ അതിൽ പങ്കെടുക്കണം. അതാണ്. അപ്പൊ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് കല്യാണം കഴിഞ്ഞ് കുട്ടികളായി പാപ്പായി വല്യാപ്പായി അങ്ങനെ ജീവിച്ച് മരിച്ചു പോകുമ്പോ ആരൊപ്പിട്ട് എന്നുള്ളതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. സാക്ഷി അത് ഈ പക്ഷപാതിത്വത്തിന്റെ പ്രശ്നം വരുന്നത് കൊണ്ടാണ്. അപ്പോ ഞാൻ പറയുന്നത് ഗൗരവപ്പെട്ടൊരു സംഗതിയാണ് ഈ സാക്ഷി എന്ന് പറയുന്നത്. നമ്മൾ പല ഇടപാടുകളിൽ ഇപ്പൊ രജിസ്റ്റർ ഓഫീസിലൊക്കെ പോയാല് സ്ഥിരം സാക്ഷികളെ കാണും. ഓൽക്ക് പരിപാടിന്റെ എന്താണ്, സാക്ഷ്യപ്പെടലാണ്. അപ്പൊ ഓൽക്ക് എന്തെങ്കിലും ഒരു കൈമടക്ക് കിട്ടും. വക്കീൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ചില സാക്ഷികളെ കാണാം. കേസ് ഓൽക്ക് അറിഞ്ഞൂടാ, ആരെന്നും അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ, സാക്ഷ്യപ്പെടുക. ഓൽക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാക്ഷികളാണ്. അതിൽ പലതും കള്ളസാക്ഷ്യങ്ങളായിരിക്കും. കള്ളസാക്ഷ്യം വലിയ തെറ്റാണ്. അപ്പൊ ഏതായാലും നിങ്ങളിലെ 2 പുരുഷന്മാരെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സാക്ഷിയാക്കേണ്ടത്. അപ്പൊ 2 പുരുഷന്മാരെ കിട്ടിയില്ല, ഒരു പുരുഷൻ. പിന്നെ ക്ലാസ്സിൽ വന്നൊക്കെ പെണ്ണുങ്ങളാണ് നോക്കുക. അപ്പൊ പിന്നെ 2 പെണ്ണുങ്ങളെ ഒരു പുരുഷനും 2 സ്ത്രീകളും എന്ന നിലക്കാവും. അത് പറഞ്ഞപ്പോഴാണ് പല നാസ്തികരായ ആൾക്കാരും നിരീശ്വരവാദികളായ ആൾക്കാരും കണ്ടില്ലേ, ഇസ്ലാമിൽ ഇത്രേ ഉള്ളൂ, പകുതിയേ ഉള്ളൂ പെണ്ണിന്, ഓൾക്ക് വിലയില്ല, അങ്ങനെ ഇങ്ങനെ ഭയങ്കര പ്രശ്നം. യഥാർത്ഥത്തിൽ എന്താണിത്? പെണ്ണിന് എല്ലായിടത്തും സാക്ഷി മൂല്യം പകുതിയാണ് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇപ്പോ ഒരു പുരുഷൻ അയാളുടെ ഭാര്യയുടെ മേൽ വ്യഭിചാരം ആരോപിച്ചു വിചാരിക്കും. നമ്മൾ പഠിച്ചില്ലേ പണ്ട് സൂറത്തുന്നൂറിൽ. അപ്പൊ വ്യഭിചാരം ആരോപിച്ചാൽ സാക്ഷിയൊന്നുമില്ല വേറെ. അപ്പൊ വേറെ ഏതെങ്കിലും ഒരാളിനാണ് വ്യഭിചാരം ആരോപിക്കണമെങ്കിൽ 4 സാക്ഷി ഇല്ലെങ്കിൽ പറഞ്ഞാൽ തല്ലോട്ടു. പക്ഷെ ഭാര്യ വ്യഭിചരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് സാക്ഷി ഇല്ലെങ്കിലും അയാളുടെ ആ ഒരു വാക്കിൽ തന്നെ എന്ത് ചെയ്യും, പിന്നെ ലിആനിലേക്ക് വരും, ശാപപ്രാർത്ഥനയിലേക്ക് വരും. തിരിച്ച് പുരുഷനെ കുറിച്ച് ഭാര്യയാണ് പറഞ്ഞതെങ്കിലോ അതേ നിയമം തന്നെയാണ്. അവിടെ ഒരാളെ കൂടി വേണോ, ഈ ഒറ്റക്ക് പറഞ്ഞാൽ പറ്റില്ല എന്നൊന്നുമില്ല. അവിടെ അവളുടെ ഒറ്റ വാക്ക് തന്നെയാണ് സാക്ഷി. അപ്പൊ പെണ്ണായതുകൊണ്ട് പകുതിയെ കൂട്ടുള്ളൂ എന്നില്ല. ഇത് ഇവിടത്തേക്കുള്ള നിയമമാണ്. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഏറ്റവും അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹ് പറഞ്ഞതാണ്. അപ്പൊ അല്ലാഹു തആല അവന്റെ യുക്തിയിലും അവൻ്റെതായ തീരുമാനത്തിലും പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് വേറെ ഒരു സംഗതിയും ഇല്ല. അള്ളാഹ് പറഞ്ഞ പോലെ ചെയ്യാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം ആണ് ഈ ആ ഒന്നാളെ വെച്ചിട്ട് അതിന്റെ ശേഷം ബാക്കിയുള്ള വിശദീകരണമൊക്കെ നമ്മൾ പറയുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ സാമ്പത്തികമായ ഒരു ഇടപാടിനെ കുറിച്ച് മാത്രമാണ് ഇത് പറയുന്നത്, മറ്റുള്ള സാക്ഷ്യത്തെ കുറിച്ചല്ല. സാക്ഷികളെ ഹാജരാക്കുമ്പോൾ ആണാണെങ്കിൽ ഒന്നും, പെണ്ണാണെ 2 അങ്ങനെ നിയമമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഉണ്ട്, അഥവാ സാമ്പത്തിക ഇടപാടിലുണ്ട്. എന്തുകൊണ്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക വീക്ഷണത്തിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, പണം ഉണ്ടാക്കേണ്ടതും ചെലവഴിക്കേണ്ടതും പെണ്ണിന്റെ ബാധ്യതയല്ല, അത് ആണിന്റെ ബാധ്യത. ഒരാള് കല്യാണം കഴിച്ചു, അയാളുടെ ഭാര്യക്ക് ചെലവിന് കൊടുക്കേണ്ടത് ഭർത്താവിന്റെ ബാധ്യതയാണ്. അയാൾ അതിന് ജോലിക്ക് പോകും. ഇത് നിങ്ങൾ പറയുന്നു ഇസ്ലാമിൽ മാത്രമല്ലല്ലോ. ഇപ്പൊ നമ്മളെ നാട്ടില് ഇസ്ലാമൊക്കെ നിങ്ങൾ മാറ്റിവെച്ചോ, ഇസ്ലാമും മുസ്ലിമും അറബിയും ഖുർആനും ഹദീസൊക്കെ മാറ്റിവെച്ചോ.
അപ്പൊ നമ്മള് ഒരു നായര് ഉദാഹരണമായിട്ട് എടുക്കുക. നായര് നാട്ടിലൊരു മെച്ചപ്പെട്ട വിഭാഗമായിട്ട് അറിയപ്പെടുന്ന ഒരു കൂട്ടർ എന്നുള്ളവർക്ക് പറയാണ് നായന്മാർ. അങ്ങനെ ഓൾക്ക് എന്താ മെച്ചം എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് വേറെ മറുപടി ഉണ്ട്. പക്ഷെ ഇവിടെ തൽക്കാലം അങ്ങനെ വിചാരിക്കുക. അപ്പോ നായരും നായർ സ്ത്രീയും കല്യാണം കഴിച്ചു. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, രണ്ടാളും ഇങ്ങനെ വരുമ്പോ ഈ നായരോട് ചോദിക്കുകയാണ്, അയാൾക്ക് ഇസ്ലാമില്ല എന്ന് അറിയാനാട്ടോ നായരെന്ന് പ്രത്യേകം പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ജോലി? എനിക്കങ്ങനെ പണിയൊന്നുമില്ല എന്നയാൾ പറഞ്ഞു എന്ന് വിചാരിച്ചു. ഓളോട് ചോദിച്ചു, എനിക്കെന്താ നമ്മളെ ജോലി? ഞാൻ ഒരു ഷോപ്പിൽ നിൽക്കുകയാണ്. ഭാര്യ ഷോപ്പിൽ നിന്ന് അധ്വാനിച്ച് കൊണ്ടുവരുന്നു. ഇയാളോ? ഇയാൾ വീട്ടിലിരുന്ന് അത് ഭക്ഷിച്ച് മുന്നോട്ട് പോകും. ഒരു ടീം. വേറെ ഒരാൾ ഇതേപോലെ തന്നെ വരുന്നുണ്ട്, അതും ഇവർ തന്നെയാണ്. അപ്പൊ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ സ്കൂൾ ടീച്ചറാണ്. ഓക്കെ. പെണ്ണുങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ? എനിക്ക് ജോലിയൊന്നുമില്ല, ഞാൻ ഹൗസ് വൈഫാണ്, അല്ലെങ്കിൽ ഹോം മേക്കറാണ്, വീട്ടമ്മയാണ്. ഓക്കെ. ഈ രണ്ട് കൂട്ടരോടുള്ള നമ്മളെ സമീപനം ഇതുപോലെയൊക്കെ. ഇസ്ലാമൊക്കെ അവിടെ വെക്കും, ഇസ്ലാമും മുസ്ലിമും ഒക്കെ അവിടെ നിന്നോട്ടെ. ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോ ഭാര്യ പണിക്ക് പോകുന്നു, ഈ ചങ്ങാതി നമ്മളെ തേനീച്ചക്കൂട്ടിലെ ആണീച്ചയെ പോലെ അവിടെ ഇങ്ങനെ ഇരിക്കുക. പെണ്ണീച്ചാണ് അവിടെ പണിക്ക് പോകുക. അപ്പോ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുമ്പോഴുള്ള നമ്മുടെ മനസ്സും, ആണ് പണിക്ക് പോകുന്നു പെണ്ണ് വീട്ടമ്മയാണ് എന്ന് പറയുമ്പോഴുള്ള മനസ്സും എന്തായിരിക്കും? എന്തുകൊണ്ടാണ് ആ പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, അതിപുരാതന കാലം മുതലേ കുടുംബം പോറ്റേണ്ട ബാധ്യത ആരിലാണ്? പുരുഷനാണ്. ഇനി വേറെ ആള് വരുന്നു, ആണിനോട് ജോലി ചോദിച്ചു, അയാൾ പറഞ്ഞു. പെണ്ണിനോട് ചോദിച്ചു, ഓളും പറഞ്ഞു. ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് ഒരു വിചാരം? അവര് രണ്ടാളും ജോലിക്ക് പോയിട്ട് രണ്ടാളും ജീവിക്കുന്നു, ഇത്രേ ഉള്ളൂ. അപ്പൊ ആക്ഷേപാർഹമാകുന്നത് പെണ്ണ് പണിക്ക് പോകാതിരിക്കുമ്പോഴല്ല, പുരുഷൻ പോകാതിരിക്കുമ്പോഴാണ്. ഇനി ഭർത്താവ് മരിച്ച ഒരു വിധവയെയാണ് നമ്മൾ കാണുന്നത്. ആ വിധവയോടാണ് നമ്മൾ ചോദിക്കുന്നത്, എനിക്ക് വേറൊന്ന് ജോലി ഉണ്ട് മോളെ? ഇല്ല. എന്നാൽ പോലും നമുക്ക് അവളെ ആക്ഷേപിക്കാൻ തോന്നൂല. പാവം, അതിനൊരു പണിയും ഇല്ല, ഭർത്താവും ഇല്ല എന്നേ തോന്നുള്ളൂ. അതേ സമയത്ത് ഒരാണ് കല്യാണം തന്നെ കഴിച്ചില്ല, ഓൻ പണിക്കും പോണില്ല, അപ്പൊ നമ്മൾ എന്താ പേര് പറയാം? അതെ. അപ്പൊ ഇത് എല്ലാ മനുഷ്യന്മാരുടെയും മനസ്സിൽ തന്നെ. അപ്പൊ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തികമായ സമ്പാദ്യവും ചെലവഴിക്കലും ബാധ്യതയാക്കപ്പെട്ട ആളുകൾ അല്ല. ഇങ്ങനെയാണ്. 1 കോടി ഉറുപ്പിക ഓളത്തുണ്ടെങ്കിലും ഓന് കൊടുക്കാൻ നിയമപരമായ നിർബന്ധിതാവസ്ഥ ഓൾക്കില്ല. 1 കോടി കൊണ്ട് പോലും ഇല്ലെങ്കിലും ഓൾക്ക് കൊടുക്കേണ്ട നിയമപരമായ ബാധ്യത തന്നെ പുരുഷനുണ്ട് എന്നാണ് വ്യത്യാസം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരാൾ സാമ്പത്തികമായി ഇത്ര ഗൗരവപ്പെട്ട ഒരു ചർച്ചയിൽ, ഇങ്ങനെയുള്ള ഒരു ഇടപാടിൽ ഒരു പെണ്ണ് അവൾ ഒറ്റയ്ക്ക് സാക്ഷി നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് അവളുടെ മേൽ ചുമത്തുന്ന അധിക ബാധ്യതയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതാണ് ശ്രദ്ധിക്കേണ്ടത്. സാക്ഷി ഒപ്പിടുന്നതോടുകൂടി കയ്യെങ്കിൽ ഈ പ്രശ്നമല്ല. അതിലൊരു പ്രശ്നം വന്നാൽ സാക്ഷി പറയാൻ ഇവൾ ഒറ്റയ്ക്ക് പോകേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു പ്രശ്നം. പൊതുവിൽ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, പൊതുവിലാണ് കേട്ടോ, കൂടെ ഒരാൾ ഉണ്ടാവണം എന്നാണ് വിചാരിക്കുക. കല്യാണത്തിന് പോവുകയാണെങ്കിലും, മരിച്ചോർക്ക് പോവുകയാണെങ്കിലും, ഡോക്ടറെ കാണിക്കാൻ പോവുകയാണെങ്കിലും. ആണോ അല്ലേ? ഇത് പുരുഷന്മാര് പറയണ്ട, അതൊരു പുരുഷാധിപത്യം എന്നൊക്കെ പറയാം. പെണ്ണുങ്ങൾ സ്വന്തം പറയാം. ഞാനിന്ന് കോഴിക്കോട്ട് പോയി വരാം എന്നൊരു പുരുഷൻ പറയും പോലെ ആണോ സാധാരണ പെണ്ണുങ്ങൾ പറയാം? ഞാനൊന്ന് പോയി വരാം, നിങ്ങളൊക്കെ ഇവിടെ നിൽക്കിട്ടോ എന്നാണോ പറയാ? അല്ലെങ്കിൽ എടാ മോനെ ഒന്ന് ടൗണിൽ പോയിട്ട് സാധനം വാങ്ങണ്ടിക്ക് വാ എന്ന് മോനെ വിളിക്കുകയാണോ ചെയ്യാ? ഇനി മോനില്ലെങ്കിൽ മോളെയും കൂടി വിളിക്കുകയാണോ ചെയ്യാ? അപ്പൊ ഭർത്താവോ പിതാവോ സഹോദരനോ മക്കളോ ഇനി അതല്ലെങ്കിൽ കൂട്ടുകാരിയെങ്കിലുമോ കൂടെ വരിക എന്നതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സേഫ് ആയിട്ട് തോന്നുന്നത്. ആണോ അല്ലേ? അങ്ങനെ അല്ലാത്ത പെണ്ണൊക്കെ ഉണ്ടാവും.
ഇപ്പൊ ഞാനൊരു ഫീച്ചർ കണ്ടിരുന്നു, ഒരു പെണ്ണിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. അവളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇറച്ചി കച്ചവടം. പോത്തിനറക്കും. എവിടെ ഒരു പെണ്ണുണ്ട്, പോത്തിനെ കറുത്ത് പിന്നെ തോലിരിച്ച് കെട്ടി തൂക്കി പീസ് പീസാക്കിയിട്ട് അവിടെ എത്ര വേണ്ട ഇവിടെ എത്ര വേണ്ടെന്ന് പറഞ്ഞ് വെട്ടിക്കൊടുക്കുന്ന ഒരു പെണ്ണ്. മറ്റേ ലുങ്കി കൊടുക്കുക, ഷർട്ട് ആണുങ്ങൾ ഷർട്ടാണ്, ലുങ്കി മടുക്കത്തൊക്കെ കുത്തും, സിഗരറ്റൊക്കെ വലിക്കും ഒരു പെണ്ണ്. അങ്ങനെ എവിടെയോ ഒരാളൊക്കെ ചിലപ്പോ ഉണ്ടാവാം, ഒരാൾ. അങ്ങനെ ഉള്ള ഒരാളെ വെച്ച് പൊതുവായ ഒരു ഇടപാടിലെ നിയമം ഉണ്ടാക്കാൻ പറ്റൂല. പറഞ്ഞാൽ സ്ത്രീകൾക്ക് സ്ത്രൈണതയാണ്, പുരുഷന് പൗരുഷമാണ്. അതാണ് പൊതുരീതി. ചില ആണുങ്ങളും അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ സ്ത്രൈണത കാണിക്കുന്ന ചില ആണുങ്ങളും ഉണ്ടാവും. ഒന്നിനോ ഞാനില്ല, എന്നെ കൊണ്ടാവില്ല, എന്നോട് പറയണ്ടേ എന്ന് പറയുന്ന പുരുഷന്മാർ. അങ്ങനെയുള്ളവരാണ് എല്ലാവരും എന്ന് വിചാരിച്ച് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നിയമം ഉണ്ടാക്കുക പൊതുവാണ്. പൊതുവായ ഒറ്റപ്പെട്ടത് നിയമമല്ല, ഒറ്റപ്പെട്ടത് തെളിവല്ല എന്നത് ഫിഖ്ഹിന്റെ ഒരു പ്രമാണമാണ്. ഒറ്റപ്പെട്ടത് തെളിവല്ല. അതിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, രണ്ടാൾക്കും തൃപ്തിപ്പെട്ട ഒരാളെ ആണല്ലോ സാക്ഷിയാക്കുക. അപ്പോ അതിൽ വിശ്വാസിയായ ഒരാൾ വിശ്വാസിയെ തൃപ്തിപ്പെട്ട ഈ പ്രശ്നം ഉണ്ടാവില്ല. ഇനി ചില പണ്ഡിതർ ഒരു ബഹുസ്വര സമൂഹത്തിലെ കർമ്മശാസ്ത്രം എന്നുള്ള നിലയിൽ അത് പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ സൂക്ഷ്മത എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പെണ്ണിനെ ഉള്ള അവകാശം ഒഴിവാക്കുകയോ അധിക്ഷേപിക്കുകയോ, പെണ്ണ് എന്താണ് കുറച്ച് ചെറുതാണ്, ഒരു സ്റ്റെപ്പ് ബാക്കാണ് എന്ന് വിചാരിക്കുകയോ ഒന്നുമല്ല ഇവിടെ സംഭവിക്കുന്നത്. അവൾക്ക് സ്വയമേവ ബാധ്യതപ്പെടാത്ത ഒരു കാര്യം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പെണ്ണ് ആണിനെ പോലെ തന്നെ ഒറ്റ ആളായിട്ടാണ് സാക്ഷി നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ പിന്നീട് സാക്ഷിക്കൂട്ടിൽ കയറാൻ നേരത്ത് ഓള് പറയാണ് നിങ്ങളും കൂടി എന്റെ കൂടെ ഒന്ന് നിൽക്കിട്ടോ എന്ന് പറഞ്ഞാൽ പറ്റൂല എന്ന് പറയേണ്ടി വരും. നിയമത്തിൽ അവൾ ഒറ്റയാണ് സാക്ഷി. ഇവിടെ ഇപ്പൊ അങ്ങനല്ല, അവർ രണ്ടുപേരുണ്ട്. അപ്പൊ അവർക്ക് സാക്ഷി പറയാൻ എന്ത് ചെയ്യാം, വാടി നമുക്ക് സാക്ഷി അറിയാൻ പോവാ, രണ്ടാൾക്കും കൂടി പോവാ. അപ്പൊ ഒരാൾ ഒറ്റക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന, നേരത്തെ പറഞ്ഞ ഏതോ ഒരാൾക്ക് ചിലപ്പോൾ ഒറ്റക്ക് പോകാനായിരിക്കും ഇഷ്ടം, അത് വേറെ കേസ്. ഇനി അത് മാത്രമല്ല, പുതിയ കാലത്ത് ഒരു ഉദ്യോഗസ്ഥ, ഒരു പോലീസ് ഉദ്യോഗസ്ഥ, അല്ലെങ്കിൽ ഒരു വക്കീൽ, അല്ലെങ്കിൽ അതേപോലുള്ള പ്രൊഫഷനിലൊക്കെ തനിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ, അത്തരം പെണ്ണാണ് സാക്ഷി നിൽക്കുന്നതെങ്കിൽ അപ്പോഴും രണ്ടാൾ തന്നെ വേണോ, അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളത് കൊണ്ട് ഒരാൾ മതിയോ എന്ന കാര്യങ്ങളൊക്കെ ഉലുൽ അംറിന് തീരുമാനിക്കാം. എന്ന് പറഞ്ഞാൽ അതാത് കാലത്ത് ഇസ്ലാമിക ഭരണകൂടത്തിന് അതിന്റെ ഷൂറക്ക് ഒക്കെ തീരുമാനം എടുക്കാവുന്നതാണ്. ഇസ്ലാമല്ലേ നിയമം. ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്, നമുക്ക് മാത്രമല്ല. നമ്മളടുത്ത് മാത്രമുള്ളതല്ല ഇസ്ലാം, ഇസ്ലാം എല്ലാവർക്കും ഉള്ളതല്ലേ. കേസ് പറയുന്നിടത്തും ഇസ്ലാം ഉണ്ടാക്കണം ആണല്ലോ നമ്മളെ പണി. അവിടൊക്കെ ഇസ്ലാം ഉണ്ടെങ്കിലേ ഖുർആൻ പൂർത്തിയാവുന്നു, മനസ്സിലായി. അപ്പോൾ പെണ്ണിന് സാക്ഷി നിൽക്കാം. അവൾക്കുള്ള ഒരു ആശ്വാസവും സഹായവും, അവൾക്കുള്ള ഒരു അംഗീകാരവും, അവൾക്കുള്ള ഒരു പരിഗണനയുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാണ്. പിന്നെ പൊതുവിൽ തന്നെ ഇപ്പോൾ ഉള്ളത് ഒരു പുകമറയാണ്. ഒരു പുകമറ നമ്മുടെ നാട്ടിലുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഒറ്റ ചോദ്യം, ആണും പെണ്ണും തുല്യമാണോ? അപ്പൊ ചോദിച്ചാല് അല്ല എന്ന് പറഞ്ഞാൽ കേസാവും. പെണ്ണിനെ എന്താക്കി, അപകീർത്തിപ്പെടുത്തി, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുലുമാല.
അങ്ങനെ അത് തുല്യമാണ് എന്ന് പറഞ്ഞിട്ട് ബസ് കയറി വെക്കിയാൽ പെണ്ണുങ്ങൾക്ക് മാത്രം സീറ്റ്. എന്നാ പിന്നെ ആണുങ്ങൾക്ക് സീറ്റില്ല. ആണുങ്ങൾക്ക് പൊതു സീറ്റേ ഉള്ളൂ. പെണ്ണുങ്ങൾക്ക് എന്താണ് സീറ്റ് വേറെ. പെണ്ണുങ്ങൾക്ക് മാത്രം പ്രസവാവധി. എന്നാലും ഓള് പെറ്റെടുക്കണം, അതിനോട് ഓനും കൊടുക്കട്ടെ അവധി. അത്ര ഉണ്ട്. മറ്റേക്കുള്ള അത്ര ഉണ്ടോ? ഇല്ല. ഇനി ജോലി ഷെയർ ചെയ്യുന്നിടത്തുകൊണ്ട് ഈ പ്രശ്നം. ജോലി ഷെയർ ചെയ്യുന്നിടത്ത് ഒരു ടീച്ചറും രണ്ടാൾക്കും ടീച്ചർ തന്നെയാണല്ലോ പറയാ. പക്ഷെ ടീച്ചറും മാഷും എന്ന് പറഞ്ഞാലല്ലേ നമുക്ക് തിരിയുള്ളൂ, അല്ലേ? അപ്പൊ ടീച്ചറും മാഷും 4 മണിക്ക് ജനഗണമനാദി നായക ജയഹേ നമ്മളെ ദേശീയ ഗാനം കേട്ട് സ്കൂൾ പരിപാടി നിർത്തി വീട്ടിലേക്ക് വരികയാണ്. മാഷും വരുന്നുണ്ട്, ടീച്ചറും വരുന്നു. വീട്ടിലെത്തിയ ഉടനെ മാഷ് എന്ത് ചെയ്യും? ബാഗൊക്കെ അവിടെ വെച്ച് നേരെ പോയിട്ട് കുളിക്കുകയും മേലെയൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി കോലായിലിരിക്കും. എന്തിനായിരിക്കുന്നത്? ഒരു ചായയും കൊണ്ടിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ വരും എന്ന് വിചാരിച്ചു. വൈക്കമൂന്ന് ബഷീറിനെ പോലുള്ള ആളാണ് എടി ഭാര്യയെ എന്ന് വിളിക്കുകയും ചെയ്യും. എന്നാ ഇവളും അടുത്ത കുളിമുറിയിൽ പോയി കുളിച്ചു മാറ്റി അപ്പുറത്തെ കൊലായിൽ അപ്പുറത്തെ കസേരമേൽ കാലും കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചിത്രം നമ്മളെ സങ്കല്പത്തിലില്ല. പക്ഷെ 2 ടീച്ചറും മാഷും സ്കൂളിൽ ടൈം ടേബിൾ തുല്യമായിട്ട് ക്ലാസ് എടുത്ത് ഒച്ചിട്ട് ഒക്കെ വരികയാണ്. എന്നിട്ട് മാഷ് ചായയും കുടിച്ചിട്ട് ഞാൻ എന്താ വരുന്നട്ടോ എന്നും പറഞ്ഞ് അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നു. അങ്ങാടിയിൽ ഇറങ്ങിയതിന് ശേഷം ഇസ്രയേലിലേക്ക് ഇറാൻ ബോംബിട്ടത് കൊണ്ടല്ലേ ഇറാൻ തിരിച്ചു ബോംബിടേണ്ടി വന്നത്? അതെ. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ യുദ്ധം നിർത്തൽ ചെയ്തത് തുടങ്ങിയ ആദ്യമായ ചർച്ചകളിൽ മുഴുകും. ടീച്ചറോ രാത്രികത്തേക്കുള്ള ചോറ് കൂട്ടാനും വെക്കും. ഈ ചർച്ചകളൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് കുറച്ച് മീനും വാങ്ങിയിട്ട് മാഷ് വന്നാൽ ആ മീൻ മാത്രം കഴുകിയിട്ടാൽ മതിയാവുന്ന രീതിയിൽ മസാല കലക്കി വെച്ച അവസ്ഥയിൽ ടീച്ചർ നിൽക്കും. ഇതെടുത്ത് അതിൻ്റെ അകത്ത് ഇടും. എന്നിട്ട് വേണം ടീച്ചർക്ക് പേപ്പർ നോക്കാൻ. ഏത്? മനോരമ മാതൃഭൂമിയല്ല, കുട്ടികളെ പേപ്പർ, പരീക്ഷ എഴുതിയ പേപ്പർ. അങ്ങനെയാണ് പോവാ. അപ്പൊ ഡ്യൂട്ടി ആയിരിക്കാം കൂടുതൽ. രാവിലെ മാഷ് പുറപ്പെടുമ്പോ മാഷ് ടിഫിൻ ബോക്സും ഫുള്ളാക്കേണ്ടത് ടീച്ചറെ പണിയാണ്, ടീച്ചറെ ടിഫിൻ ബോക്സ് ഫുള്ളാക്കേണ്ടതും ടീച്ചറെ പണിയാണ്, അല്ലേ? 2 ആളെ പണിയാണ്. ശമ്പളം ഷെയർ ചെയ്യുമ്പോ ടീച്ചറോട് മാഷ് പറയും എന്ത്? പകുതി നമ്മള് ലൈഫ് പാർട്ട്ണർമാരാണ്, അതുകൊണ്ട് പകുതി ഈ തരാം, പകുതി ഞാൻ തരാം. നീതിപൂർവമായ ഒരു ഓഹരി വെക്കലാണ്. പണിന്റെ കാര്യത്തില് ഇതില്ല. ഇതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് സ്ത്രീകളെ ജോലി ചെയ്യാൻ വിടുന്നത് അവർക്കുള്ള വിമോചനമല്ല, അവർക്കുള്ള ഇരട്ടിപ്പണിയാണ്. പക്ഷെ അത് ഇരട്ടിപ്പണിയാണ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ കൊണ്ട് 2 പണി എടുപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇത് വിമോചനമാണ് എന്ന് നമ്മളെ കൊണ്ട് പോലും പറയിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്തായെന്ന് വെച്ചാൽ നമ്മളും പറയും സ്ത്രീകൾ പണിക്ക് പോലെ തന്നെയാണ് നല്ലത്, നമുക്ക് സുഖമാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരു പെണ്ണിനും പണിക്ക് പോകാൻ പാടില്ല എന്നല്ല. അത്യാവശ്യമാണെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലും ഒക്കെ ജോലിക്ക് പോകാവുന്നതാണ് എന്നതൊരു അനുവാദമാണ്. ജോലിക്ക് പോവുകയില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ ആ തീരുമാനം തിരുത്തണം എന്ന് പറയാനുള്ള അവകാശം സമൂഹത്തിൽ ഒരാൾക്ക് പോലും ഇല്ല, ഒരു പെണ്ണിനെ സംബന്ധിച്ച്. അപ്പൊ ആണും പെണ്ണും തുല്യാണെന്ന് ചോദിച്ചാൽ ആണും പെണ്ണും തുല്യമല്ല. ആണാണ്, പെണ്ണ് പെണ്ണാണ്. ആണ് ചെയ്യുന്ന പണി ആണിനാണ് ചെയ്യാൻ പറ്റുക, പെണ്ണ് ചെയ്യുന്ന പണി പെണ്ണിനാണ് ചെയ്യാൻ പറ്റുക. ആണിനേക്കാൾ വൈകാരികത അധികം ഉണ്ടാവുക പെണ്ണിനാണ്. പുതിയ കാലത്ത് നിങ്ങൾ വിട്, ഇപ്പൊ പുതിയോട്ടും കരയിലില്ല, പിയാപ്പിളയും കരയിലില്ല. പക്ഷെ യഥാർത്ഥത്തിൽ പണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പെണ്ണ് കല്യാണത്തിന് അല്ലേ, ഞാനിപ്പോ അടുത്തൊരു കല്യാണത്തിനൊക്കെ ഒരു പെണ്ണ് കരയണാണ്, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ പറഞ്ഞാൽ കരയണ കണ്ടിട്ട് കരച്ചിലിനോടുള്ള സന്തോഷമല്ല, ഒരു വല്ലാത്തൊരു സംഗതിയാണല്ലോ. ഇപ്പൊ അങ്ങനല്ലോ, ഇപ്പൊ വാ ഫോട്ടോ എടുക്കാൻ എന്നാണല്ലോ പറയുന്നത്. അപ്പോ പിന്നെ പെണ്ണെന്തിനാ കരയുന്നത്? അപ്പൊ ഒരു വൈകാരികത എന്ന് പറയുന്നൊരു സംഗതി, ഒരു സംഭവം കണ്ടാൽ പാവാണ് കേട്ടോ എന്ന് തോന്നൽ ആർക്കുണ്ടാവും? എന്റെ നേരെ അനുഭവം, നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിലെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം.
ഉരുൾപൊട്ടൽ ഉണ്ടായിടത്ത് നമ്മളന്ന് ഓടിച്ചെന്ന് രാത്രി പാതിരക്ക് റമദാൻ മാസത്തില് പോയി നോക്കിയപ്പോ ഉരുൾപൊട്ടി ഒരു 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 പ്രദേശം ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. കുത്തൊലിച്ച് പോവുകയാണ് വെള്ളം. അപ്പോ അതിന്റെ അപ്പുറത്ത് ഒരു കുറെ ആൾക്കാർ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം മാത്രം അറിയോ, ശരിയാണോ തെറ്റാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഫയർഫോഴ്സ് എന്ത് ചെയ്യാണ്, ഇറങ്ങാന്ന് പറഞ്ഞാല് ചെറിയ ഒഴുക്കല്ല, പക്ഷെ വളരെ സാഹസികമായി അപ്പുറത്തേക്ക് പോകാൻ മെനക്കെടുമ്പോ ഇതിന്റെ ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥ, അതിന്റെ ഏറ്റവും ഹൈ പോസ്റ്റിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ അവരോട് പറയുന്നതാണ് ഞാൻ കേൾക്കുന്നത്, ഏതായാലും മരിച്ചോലും മരിച്ച് കുടുങ്ങിയോല് കുടുങ്ങി, ഇനി നിങ്ങൾക്കും കൂടി എന്തായാലും പറ്റണ്ട, ഇങ്ങോട്ട് പോരീന്ന്. മനസ്സിലായെങ്കിൽ ആ പറഞ്ഞത് ഉദ്യോഗസ്ഥയാണോ അല്ലെങ്കിൽ അവരുടെ പെണ്ണാണോ? ഉദ്യോഗസ്ഥയാണെങ്കിൽ എന്താ പറയാ, വേഗം പോയിട്ട് രക്ഷപ്പെടുത്തി വരണം എന്നാണ് പറയാ. ഈ ഉദ്യോഗസ്ഥയുടെ അകത്തുള്ള ഒരു പെണ്ണുണ്ട്, ഒരു ഉമ്മ, അത് വർക്കൗട്ട് ചെയ്യും. അതും കൂടി പറഞ്ഞു, ഓ ഏതായാലും ഒരിക്കൽ പറ്റി, ഇനി നിങ്ങൾക്ക് കൂടി എന്താ പറ്റണ്ട, നിങ്ങൾ ഇങ്ങോട്ട് കയറിക്കോളി. നമ്മൾ ഉടനെ ഇടപെട്ടു. നമ്മൾ അവരോട് പറഞ്ഞു, ഇങ്ങനെ പറയുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞ ഓർഡറാണ്, നിങ്ങൾ പറയുന്നത് ഇവിടെ ഓർഡറാണ്, ഉപദേശമല്ല. അങ്ങനെ നിങ്ങൾ ഓർഡർ ചെയ്താൽ ഈ രക്ഷാപ്രവർത്തനം മുടങ്ങും. അതുകൊണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷന് പരിശീലനം കിട്ടിയ ആളുകളോട് തിരിച്ചു വരാൻ നിങ്ങൾ പറയരുത്. നമ്മൾ അവരെ ഘെരാവോ ചെയ്തു, അവര് ഓർഡർ മാറ്റി പറഞ്ഞു, അവര് പോയി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നൊരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? ഈ ഉദ്യോഗസ്ഥ ദുഷ്ടത്തരുള്ളത് കൊണ്ടല്ല, ഈ ഉദ്യോഗസ്ഥക്ക് പെട്ടെന്ന് ഞാനൊരു ADM ആണ് അങ്ങോട്ട് മറന്നുപോയി, എന്നിട്ട് പെട്ടെന്ന് അവരൊരു പെണ്ണായി. അത് അവരിലെ നന്മയാണ്, അതോടൊപ്പം അതാണ് അവരിലെ സ്ത്രൈണത. അപ്പൊ ഇതൊരു റിയാലിറ്റിയാണ്. ഈ ഒരു വൈകാരികത എന്ന് പറയുന്നൊരു സംഗതി അതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗൗരവപ്പെട്ട ഇത്തരം കേസുകളിൽ ഒറ്റക്ക് സാക്ഷിക്കൂട്ടിൽ കയറേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്ന ഇടങ്ങളിൽ നിങ്ങൾ പെണ്ണിന് എന്ത് ചെയ്യണം, അവളുടെ ആഗ്രഹം പോലെ തന്നെ ഒരു തുണയും കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചത് പെണ്ണിനെ അപമാനിക്കലും അധിക്ഷേപിക്കലുമില്ല, പെണ്ണിന്റെ സ്ത്രൈണതയെ മാനിക്കലും ആദരിക്കലുമാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പെണ്ണുങ്ങള് എന്ന് പറയുന്നത്. അല്ലേ അവർക്ക് എന്റെ പെണ്ണെന്ന് പറഞ്ഞാൽ പോരെ, ശരിക്കും സുഹൃത്താനെ പറ്റി എന്റെ പെണ്ണ് ഒരു പെണ്ണല്ലേ ഉള്ളൂ, പക്ഷെ എന്റെ പെണ്ണുങ്ങള് എന്നാണ് പറയാ. വേറെ ഉണ്ടോ അതല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പഴത്തേക്ക് എന്തെങ്കിലും നിലക്ക് വെളിവാകേണ്ടതാണ് അല്ലേ സംഭവിക്കുന്നത്. അൽഹംദുലില്ലാ. അപ്പൊ ആ ആദരവ് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ആ ആദരവ് അതൊരു വല്ലാത്തൊരു ആദരവ് അതിൽ നിന്നുണ്ടാവുന്നതാണ്. ശരി. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു ആക്ഷേപ ശകാരത്തിന്റെ കാരണമല്ല. നിങ്ങൾക്ക് രണ്ടുപേരെ പുരുഷന്മാരായി കിട്ടിയിട്ടില്ലെങ്കിൽ റജുലുൻ വംറഅതാൻ, രണ്ട് സ്ത്രീകളെ ഒരു പുരുഷനെ എന്ന നിലക്ക് ചെയ്യാം. അത് തന്നെ എന്തിനേന്ന് ഇവിടെ പറയുന്നുണ്ട്. ഒരാൾക്ക് പിഴവ് പറ്റിയാൽ എന്ന് പറഞ്ഞാൽ മറന്നുപോയാൽ, അപ്പൊ മറ്റോൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ അല്ലടി എനിക്ക് ഓർമ്മല്ലേ, ഇവളിങ്ങനെ പറഞ്ഞില്ലേനോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വെച്ചാൽ അത് ശരിയാണ് എന്ന് പറയാന്. മറ്റേത് സാക്ഷിക്കൂട്ടിൽ നിർത്തിയിട്ട് ഇയാള് കണ്ണുവച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളതും കൂടി മറന്നു പോകും അല്ലെ, അതേ സമയത്ത് വരും. പക്ഷെ ഇതിലൊക്കെ ഞാൻ വീണ്ടും പറയുന്നു, ഒറ്റപ്പെട്ട കേസ് ഇങ്ങനൊന്നല്ലാത്ത നല്ല എന്താ പറയാ സ്ട്രോങ് ഉണ്ടാവും, പക്ഷെ പൊതുവിൽ അങ്ങനെയാണ്. എന്നാൽ അതേ സമയത്ത് പെണ്ണ് സ്ട്രോങ് അല്ല എന്നല്ല ഈ പറഞ്ഞ അർത്ഥം. ആണിനേക്കാൾ സഹനശേഷി പെണ്ണിനുണ്ട്, ആണിനേക്കാൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശേഷി ഉണ്ട്. ഏത് രീതിയിലുണ്ടെന്ന് വെച്ചാൽ പൊടുന്നനെ തളർന്നു പോയാലും പിന്നീട് എന്താവും, അതിജീവിക്കും. അതാണ്. അതുകൊണ്ടാണ് ഭർത്താവ് മരിച്ചുപോയ ഒരുപാട് സ്ത്രീകൾ സുഖകരമായി ജീവിക്കുന്നത്. അതേ സമയത്ത് ഭാര്യ മരിച്ച ഒരു ഭർത്താവിന്, കാരണം ഇയാൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിച്ചത്, അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു ശേഷി പെണ്ണിനുണ്ട്. അത് വേറെ പ്യാപ്പിളിനും കിട്ടാത്തതുകൊണ്ടൊന്നല്ല.
അത് ഒന്നല്ല കാരണം. കാരണം ഇങ്ങനെയുള്ളൊരു ശേഷിയുണ്ട്. കുട്ടികളെ നോക്കാം, ഞാനും നോക്കാം, ഓളും നോക്കാന്ന് തീരുമാനിച്ചാൽ ആ കുട്ടി മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മൂത്രത്തിന് ഒരു പൊന്നാരൊക്കെ ഉണ്ടാവും. പക്ഷെ കുളിച്ചു മാറ്റി ഏതൊരു നിക്കാവത്ത് നടത്താൻ വേണ്ടി ഞാൻ പോവാ, നല്ല കുപ്പായൊക്കെ റെഡിയായി നിൽക്കുമ്പോഴാണ് കുഞ്ഞമ്മേല് മൂത്രമൊഴിച്ചെങ്കിൽ അത്ര ഒരു സുഖമായിരിക്കും ഉണ്ടാവില്ല, ആണിനുണ്ടാവില്ല. പെണ്ണെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഉള്ളത് മാറ്റി. ഈ ഒരു സംഗതി. അപ്പോ ഇതിനെ കൂടി ഇസ്ലാം എന്ത് ചെയ്യുന്നു, പരിഗണിക്കുന്നു എന്നതാണ് അതിന്റെ സംഭവം. ഇനി എഴുതി വെക്കാൻ നിങ്ങൾ ഇനി തെളിവിന് വിളിച്ചാൽ, അതാ പറഞ്ഞത്, ഇതാമാതൂ, നിങ്ങളെ തെളിവിന് വേണ്ടി വിളിച്ചാൽ വലാ തസ്അമൂ, നിങ്ങൾ മടിക്കാൻ പാടില്ല. അത് എഴുതി വെക്കാൻ മടിക്കാൻ പാടില്ല. സാക്ഷി തെളിവ് പറയാൻ മടിക്കാൻ പാടില്ല. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, സഗീറൻ ഔ കബീറ, ചെറുതാണെങ്കിലും വലുതാണ്. ചിലപ്പോ ചെറിയ ഇടപാടുകളായിരിക്കും വമ്പൻ ഇടപാടുകളെക്കാൾ ബന്ധങ്ങൾ തകരാനുണ്ടാകുന്ന കാരണം. ഇനി അല്ല അൻ തകൂന തിജാറതൻ ഹാദിറതൻ തുദീറൂനഹാ ബൈനക്കും ഫലൈസ അലൈക്കും ജുനാഹും, നിങ്ങൾ റൊക്കം കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് എഴുതി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അപ്പം റൊക്കം ഇടപാട് നടത്തുന്നത് എഴുതി വെച്ചില്ലേ കുറ്റമില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ എന്തായി? വളരെ ക്ലിയർ അല്ലേ? കർമ്മശാസ്ത്രത്തിൽ ചിലപ്പോൾ നമുക്ക് ഒരു പഴുത് കിട്ടിയേക്കും. എഴുതി വെക്കണം എന്നുള്ളത് കൽപ്പനയാണോ, എഴുതി വെക്കണം എന്നുള്ളത് നിർദ്ദേശമാണോ, എഴുതി വെച്ചില്ലെങ്കിൽ കുറ്റമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ചില ഇളവുകൾ കിട്ടിയേക്കും. പക്ഷെ ഖുർആനിലേക്ക് നമ്മൾ നേർക്കുനേരെ നോക്കുമ്പോൾ അല്ലാഹു തആല നമ്മളോട് പറയുന്നു, നിങ്ങൾ റൊക്കമായ കച്ചവടം നടത്തുകയാണെങ്കിൽ എഴുതി വെക്കാതിരിക്കുന്നത് കുറ്റമല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവധി വെച്ച കച്ചവടം ചെയ്യുമ്പോ എന്ത് ചെയ്യണം? ഇടപാട് നടത്തുമ്പോ, കടം വാങ്ങുമ്പോ, സാധനം വാങ്ങുമ്പോ അവധി ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? എഴുതി. ഇനി നിങ്ങൾ റൊക്കം ഇടപാട് നടത്തുമ്പോൾ അത് എഴുതി വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ലെങ്കിലും അശ്ഹിദൂ, നിങ്ങൾ സാക്ഷി നിർത്തണം. സാക്ഷി നിർത്തണം. ഇദാ തബായഅതും, നിങ്ങൾ ഇടപാട് നടത്തുകയാണ്, ബൈഅ നടത്തുകയാണെങ്കിൽ സാക്ഷി നിർത്തണം എന്നാണ്. അതായത് ഇപ്പോ പിന്നെ കടമിടപാടിന് ബാധകമാണ്. പക്ഷെ അല്ല, അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞ മാതിരി ഈ ഗൗരവപ്പെട്ട തലത്തിലുള്ള ഒരു ഇടപാടാണെങ്കിൽ എഗ്രിമെന്റ് ഉണ്ടാവും, നമ്മൾ തന്നെ ചെയ്യും. ഇപ്പൊ ഒരു കാറ് വാങ്ങുകയാണ്, അങ്ങനെ നമ്മള് കണ്ടമാനം കള്ളാസിൽ ഒപ്പിട്ടിട്ടല്ലേ വാങ്ങാൻ. അതേ സമയത്ത് പഞ്ചാരം ചായപ്പൊടിയും വാങ്ങുന്ന സാധാരണ നിലക്കുള്ള ഇടപാടുകൾക്ക് അങ്ങനെ ഉണ്ടാവൂല. അപ്പൊ അത് അതിൻ്റെതായ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ചെയ്യുന്നതാണ്. അത് കൂടുതൽ സൂക്ഷ്മമായിട്ട് ചെയ്യണം. ഇനി റൊക്കം പൈസ കൊടുത്ത് സാധനം വാങ്ങി, എന്നാൽ പോലും സാക്ഷി ഉണ്ടാവല നല്ലതെന്നാ പറഞ്ഞത്. അതെന്തിനാണ്? അതായത് ഖദീജ ടീച്ചറെ ആലയിൽ ഒരു പയ്യുണ്ടായി, പൈക്കുട്ടി. വിചാരിച്ചോളൂ, 2-ാം ദിവസം നോക്കുമ്പോ എന്റെ ആലയിലാണ് ഉള്ളത്. കാരണം ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോകുമ്പോ പൈസ കൊടുത്തിട്ട് പൈക്കുട്ടിനെ വാങ്ങിയതാണ്. റൊക്കം പൈസ കൊടുത്തു, പയ്യനെ വാങ്ങിയത് കൊണ്ട് അതയാളെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്റെ ആലയിൽ കിടക്കുന്ന പയ്യനെ കാണിച്ചിട്ട് അത് ഇന്നലെ ടീച്ചറെ പോലെയുള്ള പയ്യല്ലോ, അതിന് ഇയാൾ കട്ടുകൊണ്ടുപോയി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, എന്തിനാണ് വെറുതെ ആ പെണ്ണുങ്ങളെ പയ്യനെ കക്കാൻ നിങ്ങൾ പോയത് എന്നൊരാൾ എന്നോട് ചോദിച്ചാൽ, അപ്പോ റൊക്കം ഇടപാടൊക്കെ നടന്നിട്ടുള്ളത് ശരിയാണ്. പക്ഷേ അവിടെ പ്രശ്നം മനുഷ്യന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ നിങ്ങൾ വലിയ വലിയ ജ്വല്ലറിയിലൊക്കെ പോയി കാണെങ്കിൽ, നിങ്ങളെ ജ്വല്ലറിയിൽ നിന്ന് സാധനം വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബില്ല് മുറിച്ചിങ്ങ് തരിക മാത്രമല്ല ചെയ്യുക, നിങ്ങളെ കൊണ്ട് ഒപ്പിടിക്കും. ജ്വല്ലറിന്റെ പേര് ഞാൻ പറയാത്തത് ഇനിയിപ്പോ അത് ഈ വീഡിയോയിൽ പരസ്യമായി പോകണ്ടെന്ന് വിചാരിച്ചു.
വാങ്ങിക്കും, ഒപ്പിട്ട് വാങ്ങിക്കും. അപ്പൊ ആ ഒപ്പിട്ട് വാങ്ങിയ കടലാസാണ് നിങ്ങളുടെ കഴുത്തിലുള്ള മാല നിങ്ങൾ മോഷ്ടിച്ചതല്ല എന്നതിന്റെ തെളിവ്. മോഷ്ടിച്ചതല്ല, ബില്ലുണ്ട്, ബില്ല് ഹാജരാക്കാം. അപ്പൊ ഈ ബില്ല് എന്ന് പറയുന്ന, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ കൊടുക്കുന്ന ബില്ലിന്റെ, ക്യാഷ് മെമ്മോന്റെ ഒക്കെ അസിൽ ഈ ആയത്താണ്. അത് റൊക്കാണ്, അത് പൈസ കൊടുത്തു, ഫുൾ പൈസയും കൊടുത്തു, വാങ്ങിയതാണ്. പക്ഷെ ഫുൾ പൈസയും കൊടുത്തിട്ട് വാങ്ങുമ്പോഴും ബില്ല്, ഹോട്ടലുകാർ ബില്ല് തന്നിട്ട് അടുത്തല്ല വാങ്ങി വെക്കൂ. ബില്ല് തരുമോ നമുക്ക് വലിയ കാര്യത്തില്? ആ ബില്ല് നമ്മളെ കൈമ പിടിക്കാനുള്ള നമ്മളുടെ അവസരം ഏതുവരെ ഉള്ളൂ? പൈസ കൊടുക്കണ വരെ ഉള്ളൂ. അത് ഉടനെ വാങ്ങിയിട്ട് കമ്പിമേൽ ഒറ്റ കൊടുത്തലാണ്. വൈകുന്നേരം വയറുവേദന ആയി കഴിഞ്ഞാൽ എവിടെ നിന്നായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചത് എന്നതിന് എനിക്കൊരു തെളിവുമില്ല. ഭക്ഷ്യ വിഷബാധ സംഭവിച്ചു, എവിടുന്നാ ഭക്ഷണം കഴിച്ചതെന്ന് ഒരു തെളിവുമില്ല. പക്ഷെ ഈ ബില്ല് എന്റെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നന്ന ചുരുങ്ങിയത് പറയാം ഞാൻ ഇന്നടുത്തുനിന്നാണ്. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന മറ്റേ ആൾ എവിടുന്ന? അതും ഇന്നടുത്തുനിന്നാണ്. മറ്റേ ആൾ എവിടുന്ന? അതും ഇന്നടുത്ത്. അപ്പൊ മനസ്സിലായി മൊത്തത്തിൽ അവിടത്തെ എന്തോ ഒരു പ്രശ്നമാണ്. ഇപ്പൊ തെളിവില്ല. പിന്നെ ഇവിടുന്ന് കോട്ടക്കലേക്ക് ബസ് കയറുകയാണെങ്കിലും തരുന്ന ടിക്കറ്റ് കണ്ടില്ലേ നിങ്ങള്? അതിന്റെ അടിയിൽ എഴുതിയേക്കും ഇത് സൂക്ഷിക്കുക. ബസ് ടിക്കറ്റ് ഇല്ലേ, ഇങ്ങനെ ആക്കാനും കൂടി ഇല്ല, അതിന്റെ മുകളിൽ എഴുതി വെക്കൂ ടിക്കറ്റ് സൂക്ഷിക്കുക. ഇത് സൂക്ഷിക്കാൻ നിന്നാ പിന്നെ ആണുങ്ങൾ ചോദിക്കും കീശയിലിട്ടാ പോരെ, നീ പെണ്ണുങ്ങൾ കൈമല് മൊബൈല് പിടിക്കണം, ടവല് പിടിക്കണം, പൈസ പിടിക്കണം, കീശല്ല അല്ലേ, കണ്ണട പിടിക്കണം, സകല. ചില ആളുകൾ പറയാറുണ്ട് ഈ പെണ്ണുങ്ങൾ ഒരു ഏനാന്ത ബാഗും തൂക്കിയിട്ട് എപ്പോ നടക്കുക, ഞങ്ങൾക്ക് എവിടെ പോകുമ്പോഴും വേണം ഒരു ബാഗ്. ചങ്ങായിമാരെ ഓലിക്ക് പോക്കറ്റ് ഇല്ല, ഓലി കണ്ട സകല ഗുലാബി സാധനങ്ങളും ഈ ബാഗിൽ ഇട്ടിട്ടാണ് നടക്കുന്നത്. അപ്പോ അത് ശരിയാണ്, ഞാൻ ശരി തന്നെ പറയലൊക്കെ, ഇത് മാത്രല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ബില്ലാണ് യഥാർത്ഥത്തിൽ ബസ് ടിക്കറ്റ് എന്ന് പറയുന്നത് തെളിവാണ്. കൊലപാതകങ്ങൾക്ക് പോലും പലപ്പോഴും ഈ ടിക്കറ്റ് ഒരു തെളിവായിട്ട് വരും. ഇതൊക്കെ ഇതിൽ നിന്നുണ്ടായതാണ്. റൊക്കം ഇടപാട്, പൈസ കൊടുത്തു, സർവീസ് നമ്മൾ സ്വീകരിച്ചു, പക്ഷെ അതിനൊരു തെളിവ്. അപ്പോൾ റൊക്കം ഇടപാട് നടത്തുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഗ്രിമെന്റ് ഒന്നും ഉണ്ടാക്കേണ്ടതില്ല, ഉണ്ടാക്കണം എന്നില്ല. ഉണ്ടാക്കണ്ട എന്നല്ല, ഉണ്ടാക്കരുത് എന്നല്ല, ഉണ്ടാക്കണം എന്നില്ല. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വാഷ്ഹിദു, നിങ്ങൾ സാക്ഷി നിർത്തണം. അപ്പൊ പൈക്കുട്ടിനെ വാങ്ങുമ്പോ കയറും കൂടി തരുന്ന സമയത്ത് അപ്പുറത്തുള്ള ആളെ ഇപ്പുറത്തുള്ള ആളെന്ന് വിളിച്ചിരുതാ, ഞങ്ങൾ ഇങ്ങനെ ഈ പൈക്കുട്ടിനെ ഷിയാബ് സാഹിബിന് കൊടുക്കാൻ തീരുമാനിച്ചു, പൈസക്കാണ് കേട്ടോ, വെറുതെ ഒന്നല്ല. അപ്പൊ അത് കൊടുത്തു, പൈസ ഇങ്ങോട്ട് കൊടുത്തു, അൽഹംദുലില്ലാ. അപ്പൊ അതിന് സാക്ഷി നിന്ന വകയിൽ ഒരു ഗ്ലാസ് ചായ എടുക്കുന്നതിനോണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അങ്ങനെ ഒരു ചായയും കുടിച്ച് പിരിഞ്ഞ് അൽഹംദുലില്ലാ കച്ചവടം നടന്നു എന്ന നിലക്ക്. അപ്പൊ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് ജനങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, പ്രയാസങ്ങൾ ഉണ്ടാവരുത്, ആളുകൾ തമ്മിൽ കച്ചറ ഉണ്ടാവരുത് എന്നതാണ്. കച്ചറ ഉണ്ടാവാതിരിക്കാനാണ് നിയമങ്ങളൊക്കെ ഉണ്ടാവുക. ഇനി അടുത്ത നിയമം കേട്ടോളൂ. എന്താ പറയുന്നത്? വലാ യുവാറ കാത്തിബുൻ വലാ ഷഹീദ്, ഒരു എഴുത്തുകാരനും ഒരു സാക്ഷിയും ഉപദ്രവിക്കപ്പെടരുത്. അതൊരു നിയമമാണ്. നമുക്ക് എതിരായ അല്ലെങ്കിൽ നമ്മുടെ താല്പര്യത്തിനെതിരായ ഒരു അഗ്രിമെന്റ്, താല്പര്യത്തിന് അത് എപ്പോഴാണ് എതിരാവാന്ന് വെച്ചാൽ കേസാവുമ്പോഴാണ് എതിരാവുക, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് ആകെപ്പാടെ നമ്മളുടെ ഒരു ഇംഗിതം നടപ്പാക്കാത്തതിന്റെ കാരണം ആ അഗ്രിമെന്റ് അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് എഴുതിയവനെ പോയി തല്ലരുത്, കാരണം എഴുതിയവൻ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല, നിയമമാണ്. നിങ്ങൾ കണ്ടില്ലേ, രാജ്യത്തിന്റെ അംബാസഡർമാർ, ആഗോള നിയമമാണ്, അംബാസഡർമാർ എന്ത് ചെയ്യാൻ പാടില്ല? ഉപദ്രവിക്കാൻ പാടില്ല. അപ്പൊ നമ്മളെ രാജ്യത്തുള്ള ഒരു എംബസി, വേറൊരു രാജ്യത്തിന്റെ എംബസി നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ ആ എംബസി ഓഫീസ് നിൽക്കുന്ന സ്ഥലം, അതിന്റെ കോമ്പൗണ്ട്, അതൊക്കെ ആ രാജ്യത്തിന്റെ കൊടിയാ ഉയർത്തുക. ഇപ്പൊ കുവൈത്ത് എംബസി ന്യൂഡൽഹിയിൽ ഉണ്ടെങ്കിൽ ന്യൂഡൽഹിയിൽ നമ്മളെ ദേശീയ പതാക അല്ല ഉയർത്തുക, കുവൈത്തിന്റെ കൊടിയാ ഉയർത്തുക. അവിടുത്തെ അംബാസഡർ, അവിടുത്തെ പിന്നെ ആ രാജ്യത്തിന്റെ പ്രതിനിധിയെ
ഈ രാജ്യം ആദരിക്കും. അഥവാ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉടനെ അംബാസഡർ പിൻവലിക്കും. അങ്ങനെ പോകാൻ സമ്മതിക്കാതെ പിടിച്ചു വെക്കാൻ പാടില്ല. ഇതൊക്കെ ആഗോള നിയമമാണ്. അതേപോലെ തന്നെ യുദ്ധങ്ങൾ സംഭവിക്കും. ഇപ്പൊ ഇസ്രായേലും ഇറാനും യുദ്ധം. അപ്പൊ ഇതിന്റെ ഇടയിൽ ചിലപ്പോ സന്ധി സംഭാഷണത്തിന് പോകുന്ന ആൾക്കാരുണ്ടാവും. ഒന്നും പരിഹരിക്കാം, എന്നാ ഓനെ പിടിച്ചെക്കാൻ പാടില്ല. ഇതൊക്കെ നിയമമാണ്. ഇതുപോലെ തന്നെയാണ് രണ്ടാള് തമ്മിൽ നിർഭാഗ്യവശാൽ അടി ഉണ്ടാകുകയാണെങ്കിൽ പിടിച്ചേക്കാൻ പോകണമെന്ന് തല്ലാൻ പാടില്ല. പക്ഷെ പിടിച്ചേക്കാൻ പോകണം തല്ല് പ്രതീക്ഷിച്ചേ പോകാവൂ. പക്ഷെ എന്ത് ചെയ്യരുത്, തല്ലാൻ പാടില്ല. അത് വലിയ തെറ്റാണ്. അത് നമ്മുടെ നാടൻ നിയമത്തിലും തെറ്റാണ്. രണ്ടാളും അടി ഉണ്ടാവുന്നു, ഒരാൾ പിടിച്ചേക്കാൻ പോയാലും മറ്റൊന്ന് തച്ചാൽ പിന്നെ അത് വേറെ ലെവലിലെത്തും. അപ്പോ ഇത് നിയമമാണ്. അപ്പൊ നിങ്ങൾ എഴുതി വെച്ച എഴുത്തുകാരനെയോ സാക്ഷി നിന്നവരെയോ ഉപദ്രവിക്കാൻ പാടില്ല. അവർക്ക് വല്ല ഉപദ്രവവും ഏറ്റാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ സമൂഹത്തിൽ നിങ്ങളുടെ ഇടപാടുകൾക്ക് സാക്ഷി നിൽക്കാൻ ഒറ്റ കൂട്ടിനെയും കിട്ടൂല. തല്ലിട്ടുള്ള ഒരു ഏർപ്പാടാണ് സാക്ഷിക്കണമെങ്കിൽ പിന്നെ ആരെങ്കിലും നിൽക്കോ? അതിൽ നിന്നാണ് സാക്ഷി പൈസ പോലും ഉണ്ടായത്. ഒരാൾക്ക് സാക്ഷി പറഞ്ഞാൽ അയാൾക്ക് അതിനോടൊരു ഫضൽ ഉണ്ടാവുമെങ്കിൽ സാക്ഷി പറയാൻ ആളുകൾ ഉണ്ടാവും. ഇടപാടുകൾക്ക് സാക്ഷി നിൽക്കാൻ ആളുകൾ കൂടുതൽ വരും. കാരണം എന്താണ്? അയാൾക്ക് അതിനോടൊരു ഫضൽ കിട്ടുമല്ലോ. അതിൽ നിന്നാണ് സാക്ഷി പൈസ ഉണ്ടാകുന്നത്. പക്ഷെ അത് പിന്നെ ഒരു വ്യാപാരമായിട്ട് കണ്ടിട്ട് ഇയാൾ സാക്ഷ്യം പൈസയും ഇല്ലാത്തതിനും എല്ലാത്തിനും ഒപ്പിട്ട് പൈസ അങ്ങനെ പരിപാടി തുടങ്ങിയെങ്കിൽ അത് വേറൊരു കേസാണ്. അപ്പൊ അതുകൊണ്ട് എഴുതി വെക്കുന്നവരെയും സാക്ഷികളെയും, ഒരു എഴുത്തുകാരനും ഒരു സാക്ഷിയും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തമാണ്. ഫുസൂഖ് എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തം. നിങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തമാണത് എന്നാണ്. ഏത്? സാക്ഷി വെക്കണ ആളെ തല്ല, അല്ലെങ്കിൽ ഉപദ്രവിക്കുക, അയാളെ ഇടങ്ങേറാക്കുക, അയാൾ സാക്ഷി നിന്നത് കൊണ്ടാണ്. ഇപ്പോ അങ്ങനെയുണ്ട്. കൊലപാതകത്തിന് സാക്ഷി നിന്ന ആളെ ഇവൻ ഇടങ്ങണിട്ടിട്ടാണ് പോവാ ജയിലിലേക്ക്. വരുമ്പോ എന്നെ ഞാൻ ശരിയായി തരാം. എന്നിട്ട് ഇവൻ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയാൽ സാക്ഷി ഒളിവ് പോണ്ടി വരും. ഇത് ഒരു തെമ്മാടിത്തമാണ്. അങ്ങനെ ഉണ്ടാവരുത്. അവർക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ കഴിയണം എന്നതാണ് നിയമം. വത്തഖുല്ലാഹ്. ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഈ നിയമമെല്ലാം നടപ്പിലാകണമെങ്കിലും ഇതുകൊണ്ടൊക്കെ പ്രയോജനം ഉണ്ടാകണമെങ്കിലും തഖ്വ നിർബന്ധമാണ്. തഖ്വ നിർബന്ധമാണ്. അപ്പൊ നമ്മുടെ ചോദ്യം, ഇതെല്ലാം മുഅ്മിനീങ്ങൾക്കും മുത്തഖീങ്ങൾക്കും അല്ലേ? ഈ മുഅ്മിനീങ്ങൾക്കും മുത്തഖീങ്ങൾക്കുമാണ്. പക്ഷെ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായിട്ട് ലോകത്തെ മുഴുവൻ മനുഷ്യർ മാറണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. അത്രയെങ്കിലും നമ്മൾ ആഗ്രഹിക്കണ്ടേ? ഒരു നാട്ടിൽ ഇസ്ലാം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ഇങ്ങനെ ഇടപാടുകളിലൊക്കെ സൂക്ഷിക്കുന്നവരുണ്ടാവുക എന്നാണ്. പൊതുസമൂഹം മനസ്സിലാക്കുന്നത് ഈ ജാതി മാറുക, മതം മാറുക എന്ന ഒരു രീതിയിലാണ് ഇസ്ലാം വരിക എന്ന് പറഞ്ഞാൽ. എന്നാ പൊതുജനങ്ങൾ അങ്ങനെ വിചാരിച്ചോട്ടെ, നമ്മളെങ്കിലും വിചാരിക്കണ്ടേ ഇസ്ലാം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതല്ല. ഇസ്ലാം ഉണ്ടായാൽ ആ സമൂഹത്തിൽ പിന്നെ തമ്മിൽ തല്ലും ഛിദ്രതകളും താഴ്ത്തപ്പെട്ടവനും പ്രയാസപ്പെടുന്നവനും നീതി നിഷേധിക്കപ്പെടുന്നവനും ഉണ്ടാവുകയില്ല. എന്തൊരു സുഖാണ്! ഇവിടെ ഇപ്പൊ ഈ മതേതരത്വത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഒക്കെ ചർച്ചന്റെ ഇടയിൽ നമ്മൾ പോയി മതം എന്ന് പറയുന്നത് തന്നെ തോന്നിയാസാണെന്ന് തോന്നുന്ന ജാതിയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ മതം എന്ന് പറഞ്ഞാൽ തന്നെ അണ്ടിപ്പോയത് എന്ന് പറയുന്ന രീതിയിൽ. സൂംബ ഡാൻസ് അല്ലേ? അപ്പൊ സൂംബ ഡാൻസ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ഒരു വ്യായാമ മുറയാണ്. ഒരാൾക്ക് വീട്ടിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ 40 വയസ്സുള്ളോളും ചെയ്തോട്ടേന്ന് ഒരേന്ന്. ഒറ്റക്കുള്ള വീട്ടിൽ ഒറ്റക്കാണല്ലോ.
അപ്പോ വീട്ടിൽ നിന്ന് ചെയ്യാൻ നല്ലൊരു ഡാൻസ് ആണ് അത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മെനക്കെട്ട് വ്യായാമം ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒരു പാട്ടൊക്കെ വെച്ച് അപ്പോ എന്താന്ന് വെച്ചാൽ ആസ്വാദനത്തോട് വ്യായാമം ചെയ്യാന്നുള്ള നിലക്കാണെങ്കിൽ അതിനിപ്പോ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് പ്രയോഗത്തിൽ വരുത്തുമ്പോൾ സ്ത്രീയും പുരുഷനും ഒക്കെ കൂടിക്കലർന്ന് വലിയ പെണ്ണുങ്ങളും ചെറിയ പെണ്ണുങ്ങൾ എന്നുള്ള വ്യത്യാസമില്ലാതെ ഒക്കെ ആകുമ്പോൾ അതൊരു പ്രശ്നമാണ്. ഞാൻ ഇപ്പൊ അതിനെപ്പറ്റി അല്ല പറയുന്നത്. അതേക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഉടനെയുള്ള മറുപടി മതം പറയരുത്, അവിടെയാണ്. അപ്പൊ മതം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു തോന്നിയാസമായിരിയാണ്. മതം പറയരുത് എന്ന് പറയുമ്പോൾ ഞാൻ ആ വിഷയമല്ല പറഞ്ഞു. എനിക്ക് സൂംബ അറിയില്ല, സൂംബ എനിക്ക് അറിഞ്ഞൂടാ, കേട്ടത് വെച്ചിട്ടാണ് ഞാൻ പറയണത്. അങ്ങനെയാണെങ്കിൽ തർക്കമില്ലാലോ. പക്ഷേ ഇതിന്റെ പ്രയോഗവൽക്കരണത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. മുതിർന്ന കുട്ടികൾ സ്കൂളിലൊക്കെ, ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികൾ, ഹൈസ്കൂളൊന്നും വേണ്ട, ഒരു 4ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികളെ ഒക്കെ തന്നെ വലിയ കുട്ടികളായില്ലേ. അപ്പൊ ആ കുട്ടികളും ആണുങ്ങളും ആൺകുട്ടികളും എല്ലാം കൂടി ചാടിക്കളിയാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ മതം പറയരുത് എന്ന് പറഞ്ഞാൽ, മതം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അശ്ലീലം പോലെ, അശ്ലീലം എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്തത് എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മളോട് പറഞ്ഞ എന്താണ്, നിങ്ങൾ മതം പറയും. അപ്പൊ മതം എന്നത് എന്തോ അപകടകരമായ ഒരു കാര്യമല്ല കൂട്ടരെ. മതം എന്തിനാണ് എന്ന് ചോദിച്ചാൽ മനുഷ്യന്മാർക്കിടയിൽ ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവും നിർഭയത്വവും ഉണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വത്തഖുള്ള, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് നിങ്ങൾക്ക് അള്ളാഹ് പഠിപ്പിച്ചു തരികയാണ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും അറിയുന്നത് അള്ളാഹ്ക്കാണ്. അപ്പൊ ആ ബോധം ഉണ്ടെങ്കിലാണല്ലോ ഇന്നത് പറ്റും ഇന്നത് പറ്റൂല എന്ന് പറയുമ്പോ നമ്മളിപ്പോ എങ്ങനെ മനസ്സിലാക്കുന്നത്? നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ, ഞാൻ ചിലപ്പം പറയലുണ്ട് നിങ്ങളെ പറ്റിയല്ല എന്ന്. ഇതിപ്പോ അതല്ല, നിങ്ങളെ പറ്റി തന്നെ. അതിൽ ഞാനുകൂടി നിന്നിട്ട് പറയാ, നമ്മളെ പറ്റി തന്നെ ഞാൻ പറയണത്. ഒരു ദീനി നിയമത്തെ അംഗീകരിക്കണമെങ്കിൽ പോലും നമ്മൾ അതിന്റെ സയന്റിഫിക് എവിഡൻസ് എന്താണെന്ന് ചോദിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ദീനി നിയമം അംഗീകരിക്കണം, ഒരു സ്വഹീഹായ ഹദീസിൽ വന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ദീനി നിയമം തർക്കമില്ലാത്ത ഒരു സംഭവം, അതിന്റെ ശാസ്ത്രീയമായ തെളിവെന്താണെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളെടുത്താണ് ഇൽമുള്ളതിനാണ്. അങ്ങനല്ല, ഇൽമുള്ളത് അള്ളാഹുവിന്റെ അടുത്താണ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അപ്പൊ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്തിലെ ഏറ്റവും വലിയ ആയത്തില് അള്ളാഹു കടമിടപാടുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് വയുഅല്ലിമുകുമുല്ലാഹ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കുന്നു, അള്ളാഹു എല്ലാ കാര്യവും അറിയുന്നവനാണ്. കടവുമായി ബന്ധപ്പെട്ട ബാക്കി നിൽക്കുന്ന ഒരല്പം കൂടിയുണ്ട്, അത് അടുത്ത ആയത്തിൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിൽ അത് പഠിക്കാം. ഒരല്പഭാഗം കൂടി ബാക്കിയുള്ളതുണ്ട്. ചെറുത്തോനെ പറഞ്ഞിട്ട് ലേശം ബാക്കിയുണ്ട്, അത് നമുക്ക് അടുത്തതിൽ പഠിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ആയത്തെടുക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയാസകരമാകാതിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.